അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ മീനിൻ്റെ മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചാണ്. ആദ്യം നമുക്കിത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ മീനിൻ്റെ മുട്ടയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. നന്നായിട്ട് ഇത് കുക്കായി വരും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടില്ല മീനിൻ്റെ മുട്ട. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മീനിൻ്റെ മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പാൻ വെച്ച് നമ്മൾ ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള കണ്ടില്ലേ, കളർ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചമുളകാണ്, ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ഒന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് നമ്മുടെ ജീരകമാണ്, ജീരകം വറുത്ത് പൊടിച്ച ജീരകമാണ് ഇടുന്നത്, ജീരകം പൊടിച്ചതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ടപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ ആ മസാലയുടെ പച്ചമണം മാറിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ മീനിൻ്റെ മുട്ട നമ്മൾ കുക്ക് ചെയ്തപ്പം ഉപ്പിട്ടാണ് ചെയ്തത്, മഞ്ഞളും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഉപ്പിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഉപ്പ് ഒത്തിരി കൂടിപ്പോയാലും അത് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളമയം ഉണ്ട്. അപ്പോൾ വെള്ളമയം എല്ലാം പോയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുപോലെ തന്നെ നമ്മളിട്ട പൊടികൾ, മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പിടിച്ച് വരണം. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 മിനിറ്റ് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം എല്ലാം പോയിട്ടുണ്ട്, പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ മീൻ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മീനകത്ത് മുട്ട കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക.
അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജിനു.